കൂട്ടുകാരെ അപ്പോൾ ഇതാണ്ട നമ്മുടെ പോത്തുണ്ടി ഡാം. വാവ്, നല്ല അടിപൊളി നീല കളറിലുള്ള വെള്ളമാണ് നമ്മുടെ പോത്തുണ്ടി ഡാമിൽ. സൂപ്പർ. കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാർ വെയിലിങ്ങനെ നേരെ നമ്മുടെ മുഖത്തേക്ക് തന്നെ അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൈ ഇങ്ങനെ വെച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പറയാനായിട്ട്. അപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാമിലേക്ക് പോകാൻ താഴെ പാർക്കായിരുന്നു. ആ പാർക്കിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി, കുറേ സ്റ്റെപ്പ് ഇങ്ങനെ കയറണം. അപ്പോൾ പ്രായവരൊക്കെ കയറുമ്പം ഈ സ്റ്റെപ്പ് കയറുമ്പോൾ കുറച്ച് കതപ്പൊക്കെ വന്ന് നടുക്ക് നിൽക്കും. പക്ഷേ നമ്മൾ ഓടിച്ചാടിയൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് കയറി. ഇരുവശത്തും നല്ല പുല്ല് പച്ച കിടക്കുന്ന മനോഹരമായ കാഴ്ച. അപ്പോൾ സൂര്യപ്രകാശം വന്നപ്പം അത് നല്ല സ്വർണ്ണ കളറായി. അപ്പോൾ നമ്മൾ നേരെ പോത്തുണ്ടി ഡാമിലോട്ട് വന്നിട്ട് നല്ല വെള്ളമൊക്കെ കണ്ട നല്ല അടിപൊളി സൂപ്പറായിട്ട് നീലച്ച് കിടക്കുന്നു. നല്ല കടൽ വെള്ളം പോലെയാണ് ഡാമിലെ വെള്ളം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ജലസേചന അണക്കെട്ടാണ് നമ്മുടെ നെല്ലിയാമ്പതി അണക്കെട്ട്, നമ്മുടെ ഈ പോത്തുണ്ടി ഡാം. 1960 നിർമ്മിച്ച ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളൊന്നാണ് കേട്ടോ. അതാർക്കെങ്കിലും അറിയാമോ? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണണക്കെട്ട് എന്ന് പറഞ്ഞാൽ ശർക്കരയും ചുണ്ണാമ്പും ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം. ഇത് നെന്മാറ, ചിറ്റൂർ ഭാഗങ്ങളിൽ കൃഷിക്കും കുടിവെള്ളത്തിനുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മാത്രമല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ നൽകുന്ന ഈ സ്ഥലം നെന്മാറ വേലയുടെ വേദിയുമാണ്. കൂടാതെ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിൽ ഒരു പ്രധാന സ്റ്റോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, ആലത്തൂർ താലൂക്കുകളിലെ കൃഷിക്ക് ജലസേചനം കൊടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ പുഴകളെ പറ്റി പറയുകയാണെങ്കിൽ ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയായ ഗായത്രി പുഴയുടെ പോഷക നദിയായ മംഗലം പുഴയുടെ കൈവഴിയായ അയിലൂർ പുഴയുടെ കൈവഴികളായ മീൻചാടി, ചാടി എന്നീ പുഴകൾ നിർമ്മിച്ച മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടാണ് പോത്തുണ്ടി അണക്കെട്ട് കേട്ടോ. പാലക്കാട് പട്ടണത്തിൽ നിന്നും 42 കിലോമീറ്ററും നെന്മാറിൽ നിന്ന് 8 കിലോമീറ്ററുമാണ് പോത്തുണ്ടിയിലേക്കുള്ള ദൂരം. അപ്പോൾ ഇത് 1958 കേരള ഗവർണറായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണ റാവുമാണ് ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ പോകുമ്പം നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുമ്പം കാണേണ്ട ഒരു പ്രകൃതി രമണീയമായ കാഴ്ചയാണ് നമ്മുടെ പോത്തുണ്ടി ഡാം.
കൂട്ടുകാരെ ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് 110 കിലോ വരെയുള്ള ആൾക്കാർക്ക് സിപ്പ് ലൈന് പോകാൻ, കുട്ടികൾക്ക് മുതിർന്നവർക്കും 100 രൂപയാണ് ചാർജ്. സൈക്ലിംഗ് സിപ്പ് ലൈനാ? സിപ്പ് ലൈൻ അവിടെ വെയിറ്റ് ചെയ്യട്ടാ. സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിപ്പ് ലൈനിൽ കയറി നല്ല അടിപൊളി ഒരു അനുഭവമായിരുന്നു. 100 രൂപ കൊടുത്താലും വേണ്ടില്ല, കുറച്ച് പേടിച്ചൊക്കെ പോയി. അതുകൊണ്ട് ഇച്ചിരി ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം വീഡിയോ എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്തൊരു വീഡിയോ കണ്ടിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.